നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണി എം വർഗീസ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം ലംഘിച്ചു. വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തത് അലക്ഷ്യമായാണ്. 2021 ജൂലൈ 19 മെമ്മറി കാർഡ് ശിരസ്തദാർ താജുദ്ദീനെ ഏൽപ്പിച്ചത് ഹണി എം വർഗീസ് ആണ്. ഇത് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. മെമ്മറി കാർഡ് അതീവ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 2019 നവംബർ 29 ഇത് സംബന്ധിച്ച വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോണോ ദൃശ്യം പകർത്താൻ സാധ്യതയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. FSL ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മെമ്മറി കാർഡ് പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കേസിൽ പ്രതിയായ ദിലീപിനെയും സംഘത്തെയും കോടതി ദൃശ്യങ്ങൾ കാണിച്ചത്. എല്ലാം വ്യക്തമായി അറിയുന്ന ഹണി എം വർഗീസാണ് മെമ്മറി കാർഡ് ശിരസ്തദാർ താജുദ്ദീനെ ഏൽപ്പിച്ചത്. താജുദ്ദീൻ സ്വന്തം മൊബൈലിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു. മെമ്മറി കാർഡ് പരിശോധിച്ച മൊബൈൽ ഫോൺ നഷ്ടമായെന്നാണ് താജുദ്ദീന്റെ മൊഴി. അതേസമയം വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയെന്നത് അതിജീവിത ആരോപിക്കുന്നു. 2021 ജൂലൈ 19 പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീന്റേതാണ് ഈ വിവോ ഫോണെന്ന് കണ്ടെത്തിയതാകട്ടെ ജഡ്ജ് ഹണി എം വർഗീസ്. വിചാരണ കോടതിയിൽ ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയാണ് മെമ്മറി കാർഡ് ഫോണിൽ ഉപയോഗിച്ചത്. ഈ മൊബൈൽ ഫോൺ 2022 ഫെബ്രുവരിയിൽ തൃശൂർ എറണാകുളം ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടമായെന്നാണ് താജുദ്ദീന്റെ മൊഴി. ഈ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കണ്ടെത്തിയിരുന്നത് 2022 ജൂലൈ 11 ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതാകട്ടെ ആഗസ്റ്റിലും. വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന വാർത്ത അറിഞ്ഞ് താൻ ഫോൺ പരിശോധിച്ചെന്നാണ് താജുദ്ദീന്റെ മൊഴി. 2022 ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ ഓഗസ്റ്റിൽ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. മാത്രമല്ല, ഫോൺ നഷ്ടമായിട്ടും പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയാസ്പദമാണെന്നും ആക്ഷേപമുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലെ വസ്തുത അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ 8ാം പ്രതി ദിലീപ് അപ്പീൽ നൽകിയിരുന്നു. ഇത് ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് മൊഴിപ്പകർപ്പ് നൽകാൻ ഉത്തരവിട്ടതെന്നും അത് നിയമവിരുദ്ധമാണെന്നും 8ാം പ്രതി ദിലീപ് കോടതിയെ അറിയിച്ചു. തന്റെ എതിർപ്പ് രേഖപ്പെടുത്താതെയാണ് മൊഴിപ്പകർപ്പ് നൽകാൻ ഉത്തരവിട്ടതെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു. പ്രധാന ഹർജിക്കൊപ്പമുള്ള അനുബന്ധ ഉത്തരമാണ് സിംഗിൾ ബെഞ്ചിന്റേത് എന്നായിരുന്നു അതിജീവിതയുടെ അഭിഭാഷകന്റെ മറുപടി. കോടതി ഉത്തരവിനെ എതിർക്കാൻ പ്രതിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു. വസ്തുത അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. അന്വേഷണ റിപ്പോർട്ട് പോലെ തന്നെ റിപ്പോർട്ടിന് ആധാരമായ മൊഴികളും ലഭിക്കേണ്ടതും നിയമപരമായ അവകാശമാണെന്നാണ് അതിജീവിതയുടെ നിലപാട്. മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിനെ എതിർക്കാൻ 8ാം പ്രതി ദിലീപിന് അവകാശമില്ല. മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിലെ നടപടിക്രമങ്ങളിൽ 8ാം പ്രതി കക്ഷിയല്ല. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.